അവിടെ വരികയോ വിളിക്കുകയോ ചെയ്താൽ എന്നൊന്ന് അറിയിക്കണം. എപ്പോ ഇറങ്ങിപ്പോയെന്നോ എവിടെ പോയെന്നോ അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ആലോചിച്ചൊരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോയിട്ടുള്ളത്. ഇതാ പറയുന്നത്, ആരെയും ക്രമത്തിൽ സ്നേഹിക്കരുത്. അത് അച്ഛനായാലും മകനായാലും ആരെയും ഒന്നിനും. ഞാൻ എന്തെങ്കിലും അവരെ പറഞ്ഞു നീ കേട്ടിട്ടോ? എന്തിനാ ഒരിക്കൽ മതിയല്ലോ. അച്ഛാ, നമുക്ക് പോലീസ് വിവരം അറിയിച്ചാലോ? പോലീസിലോ? എന്തിനും? പിന്നല്ലാതെ ഇവിടെ ഇങ്ങനെ ഇരുന്നാ മതിയോ? നേരം പുലർന്നപ്പോ 70-ന് മുകളിൽ പ്രായമായ അച്ചാച്ചനെ കാണാനില്ല. അയാൾ എവിടെ പോയി? സാധ്യമായ എല്ലാ മാർഗത്തിലും നമുക്ക് അന്വേഷിക്കാം. ഒപ്പം പോലീസിന്റെ സഹായവും തേടണം. മക്കളെ അച്ചാച്ചനെ മടങ്ങി വന്നോളൂ. ഇനി എപ്പോ? അഥവാ മടങ്ങി വന്നില്ലേ? മടങ്ങി വരാതെ മടങ്ങി വരാതെ എവിടെ പോകാൻ? അച്ഛാ, ഇത് മാൻമിസ് കേസാണ്. പോലീസ് അറിയിക്കാൻ കഴിയില്ല. ശ്രീയേട്ടാ, നമുക്ക് ഒട്ടും സമയങ്ങളെ അച്ഛനെ അന്വേഷിക്കാം. മടങ്ങി വരാൻ വേണ്ടിട്ടാ അച്ഛൻ പുറപ്പെട്ടു പോയെങ്കിൽ അച്ഛൻ എന്തിനാ അമ്മയുടെ ഫോട്ടോ കൊണ്ടുപോകണം? ലക്ഷ്മി, നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നെ കൂടി പേടിപ്പിക്കില്ലേ? ആ മനുഷ്യൻ എനിക്കൊരു അമ്മ അച്ഛനായിരുന്നില്ല. അച്ഛൻ, എന്റെ സ്വന്തം അച്ഛൻ. ആ മനുഷ്യനില്ലാത്ത ഈ വീട്ടില് എനിക്ക് ഒരു നിമിഷം നിൽക്കാൻ പറ്റില്ല. എനിക്ക് പറ്റില്ല. ഈ വീടിന്റെ നാഥൻ, നായകൻ പോയി. എവിടേക്ക് പോയി? ഓ, നിങ്ങളിങ്ങനെ വടി വിഴിഞ്ഞ ഇവിടെ ഇരിക്കാതെ എവിടാന്ന് വെച്ചപ്പോ നിങ്ങൾ എന്റെ അച്ഛനെ ഒന്ന് കൊണ്ടുപോവാ. ഇതിനെല്ലാം കാരണക്കാരൻ നിങ്ങൾ ഒറ്റ ഒരുത്തരാ. നിങ്ങൾ